ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെക്കാൾ ഖൈർ ആരാണ് എന്ന് അക്കാലത്തെ ജനങ്ങൾ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ ഖൈർ ആരാണ്? അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ അങ്ങനെ ചോദിക്കും. അവർ ചെറുബാല്യക്കാർ ആയിരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അതായത് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെക്കാൾ വലിയ അറിവാളൻ ആര്? അത് ഖുർബ് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ അറിഞ്ഞതിനപ്പുറം ഒരു അറിവുണ്ടെന്ന് അറിയൂല. ഇന്നത്തെ അറിവ് നമ്മൾ അറിഞ്ഞതിനപ്പുറത്തെ ഒരു അറിവ് അവർക്ക് അറിയൂല, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ കാലഘട്ടത്തിന്റെ ദുരന്തം അറിവ് നമ്മിലൂടെ അവസാനിക്കുന്നു എന്ന ജഗലാണ്. അറിവ് നമ്മിലൂടെ തുടങ്ങിയിട്ടില്ല എന്നതാണ് അറിവ്. നമ്മൾ ധരിക്കുന്നത് അറിവ് നമ്മിലൂടെ അവസാനിച്ചു, നമുക്കപ്പുറം ഇനി അറിവില്ല. ഇതാണ് അറിവ്. സത്യത്തിൽ യഥാർത്ഥ അറിവ് നമ്മിലൂടെ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന അറിവാണ്. അപ്പോഴും ഒരു നന്മയുണ്ട്. എന്ത്? അറിവെന്നൊന്നുണ്ട് എന്ന ഒരറിവ് നിനക്കുണ്ട്. അവിടെ നീ എത്തിയിട്ടില്ലെങ്കിലും വളരെ തല കൊടുത്ത് ചിന്തിക്കണം. അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനപ്പെട്ട മഹാനായ ശൈഖ് ഇബ്രാഹിം നിയാസ് കൗലഖി റളിയല്ലാഹു അൻഹു, ഞാൻ നബിയെ അങ്ങേ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നതും നമ്മൾ നബിയെ എനിക്ക് അങ്ങേ ഇഷ്ടമാണെന്ന് പറയുന്നതും അജഗജാന്തരവുമല്ല, അതിനും അപ്പുറത്താണ്. അജവും ഗജവും ഒന്നിൽ യോജിച്ചുണ്ട്. രണ്ടും ജീവികളാണ്. അതും ഇല്ല, അതിനും അപ്പുറത്താണ്. യഥാർത്ഥത്തിൽ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, നബി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഇഷ്ടം എന്നത് ഒരു തിരിച്ചറിവിന് ശേഷം. ഇഷ്ടത്തിന്റെ അടിസ്ഥാനം തിരിച്ചറിവാണ്. ഏതെങ്കിലും ഒരു വഴിക്ക് തിരിച്ചറിവുണ്ടായാൽ മതി. ആ തിരിച്ചറിവ് അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ടാവണം, എന്നാൽ ഇഷ്ടം വരും. മനസ്സിലായില്ലേ? ഇഷ്ടം ഒരു അറിവിന് ശേഷം ഉണ്ടാവുക. ഒരറിവില്ലെങ്കിൽ ഇഷ്ടം എങ്ങനെ ഉണ്ടാവുക? ഇപ്പം നമ്മളെ നാട്ടിലിപ്പോൾ ആശിഖ്യങ്ങൾ കൂടിയ ഒരു കാലം ഒക്കെ ഇഷ്ക് മജ്‌ലിസ്. ഒരു സംഘം ആളുകൾ എന്നെ ഒരു 2 കൊല്ലം മുമ്പ് ഇഷ്ക് മജ്‌ലിസിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോയി. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഇഷ്ക് മജ്‌ലിസ്, മഗ്‌രിബിൻ റബീഉൽ അവ്വൽ ഒരു മഗ്‌രിബിന് എന്നെ കൊണ്ടുപോയി ഇഷ്ക് മജ്‌ലിസ്. ഈ ആളുടെ കൂടെ പോകുന്നത് എൻ്റെ ഓർമ്മ. ഇഷ്ക് മജ്‌ലിസ് ബീച്ചുണ്ട്, കണ്ണൂർ ആ ഭാഗത്ത് ഇഷ്ക് മജ്‌ലിസ്. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് ഇഷ്ക് മജ്‌ലിസ്. എന്തൊക്കെ ഇഷ്ക് മജ്‌ലിസിലുള്ളത്? ഇഷ്ക് മജ്‌ലിസിൽ മിസ്ക് ഉണ്ട്, നല്ല കസ്തൂരിയുടെ സുഗന്ധമുണ്ട്, അതിൻ്റെ പുക പറക്കണുണ്ട്, നല്ല ഊത് കത്തിച്ചിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ചായ ഉണ്ട്, കവുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇഷ്ക് എങ്ങനെ ഉണ്ടാവും? നെയ്യപ്പത്തിനോട് ഇഷ്ക് ഉണ്ടാവണമെങ്കിൽ നെയ്യപ്പം തിന്നണം, അപ്പൊ ഇഷ്കായി. സാധാരണ ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചീരനെ ഉണ്ടാവും. എനിക്ക് നെയ്യപ്പം പൊതുവെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നെയ്യപ്പം അല്ലാത്ത വേറെ എന്തൊരു അപ്പാണെങ്കിൽ അപ്പൊ എനിക്കൊരു വിഷമം തോന്നും. എന്തുകൊണ്ട്? എനിക്കിഷ്ടം നെയ്യപ്പാണ്. എന്താ നെയ്യപ്പം ഇഷ്ടപ്പെടാൻ കാരണം? നെയ്യപ്പം ഞാൻ തിന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടത്തിന്റെ ആധാരം അനുഭവമാണ്. അനുഭവം എന്ന അറിവാണ്. നബിയോട് ഇഷ്ടപ്പെടണമെങ്കിൽ നബി അനുഭവിക്കണം. ഇന്ത്യ മുഴുവൻ നബിയാണ് കാരണം. അതൊക്കെ വെറും പൊടി പമ്പര വിട്ടി നബിയിൽ ഇഷ്കോ ഞമ്മക്കോ. നബിയെ ഇഷ്ക് വെച്ചാൽ പിന്നെ നിനക്ക് ഈ ലോകത്തൊന്നും വേണ്ടി വരില്ല. പിന്നെ നിനക്കൊന്നിനോട്ട് കഴിയൂല്ല, പിന്നെ നീ ഒന്നും അറിയൂല. അതാ ഇഷ്ക്, അതാണ് ഇഷ്ക്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ ഇഷ്കന്നെ, അത് ഇഷ്കാണ്.
നബിയുടെ പല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ കല്ലെടുത്ത് സ്വന്തം മുൻപല്ലുകൾ കുത്തിപ്പൊട്ടിച്ച നല്ല മനുഷ്യൻ. ഈ മനുഷ്യനെ കുറിച്ച് നമുക്ക് ഫിഖിൻ്റെ കിതാബിൽ നോക്കിയാൽ ഇന്നെങ്ങാനും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ പുറത്താക്കും, പണ്ഡിതന്മാർ പുറത്താക്കും. ഇപ്പം നബീനെ മുൻപല്ല് പൊട്ടി എന്ന് വിചാരിച്ചിട്ട് ഓനോൻ്റെ പല്ലൊക്കെ കുത്തിപ്പൊട്ടിക്കാം. അതങ്ങനെ സ്വന്തം നഫ്സിനെ നാശാക്കുന്നത് തെറ്റല്ലേ? അത് ഹറാമല്ലേ? അപ്പോൾ ഓൻ ഹറാമായി, ഓനെ സഭയിൽ നിന്ന് പുറത്തായി. അല്ലെങ്കിൽ അവൻ പിറ്റേത്തെ വെള്ളിയാഴ്ച എണീറ്റ് എന്നിട്ട് മാലിൽ മൊത്തം മാപ്പ് പറയണം. ഞാൻ എൻ്റെ പല്ല് പൊട്ടിച്ചതിനോട് ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. ഓൻ്റെ പല്ലാണ് പൊട്ടിയെന്നല്ലോ മാപ്പ് പറയണം. മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു യോഗത്തിൽ പെട്രോൾ മാക്സുകൾ പോയി എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അത് പിന്നീട് അത് യോഗം കഴിഞ്ഞതിന് ശേഷം പീഡിയ കൊലമ വെച്ചത് പെട്രോൾ മാക്സ്, പിന്നീട് അത് കോൺഗ്രസ്സുകാരാണ് കട്ടുകൊണ്ടുപോയത് എന്നൊരു കിംവദന്തി ആ നാട്ടിലുണ്ടായി. എൻ്റെ കുട്ടിക്കാലത്ത് തെളിവൊന്നും പറഞ്ഞാലും കഴിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവം. പിന്നീട് ഈ പെട്രോൾ മാക്സ് പിന്നെ ഒരു പാർട്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു. പിന്നീട് കോൺഗ്രസ് നല്ല എടുത്തെന്ന് മനസ്സിലായി. കട്ടതായിക്കോളും എന്നുമില്ല. ഏതായാലും അയാളത് കൊണ്ടുവച്ച് പറയാൻ മറന്നതും ആകാം. ഏതായാലും പിന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. മറ്റൊരു ചീത്ത പറഞ്ഞു, ഇവർ ഞങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ. അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞു എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ സ്കൂളിൽ പോണ കാലത്തിനോട് ഫലിതം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത്, 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഒരു സ്നേഹിതനായ സലാം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയും, ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിച്ചു എന്ന് എൻ്റെ 7ാം ക്ലാസ്സുകാരനായ കൂട്ടുകാരൻ ഏകദേശം 10-45 കൊല്ലം മുമ്പ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്. ഇത് സലാം ഏത് നേരം ക്ലാസ്സിൽ ഈ മുദ്രാവാക്യം. എൻ്റെ വാപ്പ വലിയ ലീഗിൻ്റെ നേതാവായിരുന്നു. അപ്പം എന്നത് പറഞ്ഞതുപോലെ ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞതുപോലെ ഇവൻ പള്ളിയിൽ അങ്ങതും പറ്റൂല. ഇവൻ പള്ളിയിൽ എണീറ്റ് നിന്നിട്ട് വെള്ളിയാഴ്ച ഇവൻ്റെ പള്ളി ഇവൻ പൊട്ടിച്ചതിനെ ഇവൻ ജനങ്ങളോട് മാപ്പറേണ്ടി, അല്ലെങ്കിൽ പുറത്താക്കും. ഫിഖിൻ്റെ ആധാരങ്ങൾക്കും അപ്പുറത്താണ് ഇഷ്ക് എന്ന് പറയുന്നത്. അതിനൊരു വ്യാഖ്യാനം ഇല്ല. അത് വിജ്ദാനാണ്, അത് അനുഭവമാണ്. അപ്പോൾ ഹബീബ നബിയിൽ ആഷിഖാവാണ്. അങ്ങനെ ആഷിഖാവായി കൂടെ ആഷിഖാക്കാൻ പറ്റൂലെന്നും ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു. അങ്ങനെ അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റൂല. ആഷിഖാൻ പറ്റും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഷിഖീങ്ങൾ ഉണ്ട്. ആരെപ്പോലെ? സയ്യിദ്നാ ഉവൈസിനെ പോലെ റളിയല്ലാഹു അൻഹു ആഷിഖീങ്ങളുണ്ട്, യാതൊരു ഡൗട്ടും ഇല്ല. ആഷിഖീങ്ങളുണ്ട്. പക്ഷേ ആ ആശിഖീങ്ങൾ ഹലഫ്തു ബില്ലഹു ബിദ്ദാത്തി ഇന്നി ഉഹിബ്ബുഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എനിക്ക് നബി ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുന്നത് തമ്മിൽ ഒരു നിലക്ക് ഒരു ചാപ്റ്ററും അല്ല, അത് ഒരു വിഷയം പോലും അല്ല. രണ്ടാണ്. ഒരു കാലം വരും, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പറയും, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെക്കാൾ ഖൈർ ആരാണ് എന്ന് അക്കാലത്തെ ജനങ്ങൾ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ ഖൈർ ആരാണ്? അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ അങ്ങനെ ചോദിക്കും. അവർ ചെറുബാല്യക്കാർ ആയിരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അതായത് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെക്കാൾ വലിയ അറിവാളനായി. അത് ഖുർബ് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ അറിഞ്ഞതിനപ്പുറം ഒരു അറിവുണ്ടെന്ന് അറിയൂല. ഇന്നത്തെ അറിവ് നമ്മൾ അറിഞ്ഞതിനപ്പുറത്തെ ഒരു അറിവ് അവർക്ക് അറിയൂല, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു പദങ്ങൾക്ക് നേരെ മൈനവും. പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നൽ കലാമല ഫിൽ ഫുആദി വ ഇന്നമാ ജുഅലൽ ലിസാനു അലൽ ഫുആദി ദലീല. പദങ്ങൾ 6000 ചില്ലാനും വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ. പക്ഷെ അതിനുള്ളിലോ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. ഒരു കൈക്കുമ്പിൾ കോരിയ മഷി കൊണ്ട് വേണമെങ്കിൽ ഖുർആൻ എഴുതി തീർത്താൻ കേൾക്കാൻ കഴിയും.
പക്ഷേ സപ്തസാഗരങ്ങൾ തീർത്തെഴുതിയാലും അതിനുള്ളിൽ എഴുതി തീർക്കാൻ കഴിയില്ല. തിരിഞ്ഞില്ല. ഒരു കൈക്കുമ്പോൾ കോരിയ മഷി കൊണ്ട് ഒരാൾക്ക് ഖുർആൻ എഴുതി തീർക്കാൻ കഴിയും. സമുദ്രങ്ങൾ ഒന്നടങ്കം മഷിയാക്കിയാലും അതിനുള്ളിലുള്ളത് എഴുതി തീർക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ളിലുണ്ട് എന്നാണല്ലോ ഇതിനർത്ഥം. നമുക്കങ്ങനെ ഒരു ഉള്ളന്നെ അറിയില്ല. അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ഈ ലോകത്ത് യാതൊരറിവുമില്ലാത്ത ജനത നമ്മളാണ്. ഒരറിവുമില്ല, നമുക്കറിവേയില്ല. ഇമാം ഗസാലി തങ്ങൾ AD 1111 വഫാത്താവുന്നത്. AD 1106 എൻ്റെ ഓർമ്മ. AD 1106 ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് തിരിച്ചു പോകുന്നത്. AD 1106 AD 1111 അവർ വഫാത്തായിട്ടുണ്ട്. തോസിൽ, ഇറാനിലാണ് ഖബർ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ജനങ്ങൾ നിർബന്ധിച്ച് അദ്ദേഹം ഒരു വയല് പറഞ്ഞിട്ടുണ്ട്. ഒരല്പം നേരം വയല് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അതായത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആ സ്ക്വയറിനുള്ളിൽ, ആ ഏരിയയുടെ പേര് ഗസാലി സ്ക്വയർ എന്നാണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഗസാലി സ്ക്വയർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം അവിടെ വെച്ച് അല്പനേരം സംസാരിച്ചിട്ടുണ്ട് ആര്? ഇമാം ഗസാലി. എന്നാൽ വഫാത്താവുന്നത് 1111. 1106 അദ്ദേഹം മുഖദ്ദസ് വിട്ടുപോകുന്നത്. മക്കയിലേക്ക് പോവുക, പിന്നെ ഹജ്ജിന് പോവുക. AD 1190 AD 1195 ആണ് ഹജ്ജിന് പുറപ്പെടുന്നത്. AD 1195 അന്ന് ഖുദ്സ്, മനസ്സിലായില്ലേ? AD 1095. അതെ, കറക്റ്റ്. 1096 ഖുദ്സ്, 1106 ഖുദ്സ് വിട്ടുപോവുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്ക്, ഞാനിവിടെ വന്നു, ഞാന് 300 ചില്ലാനം പണ്ഡിത സദസ്സുകളിലൂടെ നടന്നു. ഈ കാലം അത്രയും ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചായി. ആർക്കും അറിയാത്ത രൂപത്തിൽ വരിക. പിന്നെ എല്ലാവർക്കും മനസ്സിലാവും ഗസാലിയാണ്. അപ്പോൾ അപ്പോൾ പറയും, ഞാൻ ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ ഈ മൈതാന് ഇവിടെ നടന്ന 300 ചില്ലാനം വിജ്ഞാന സദസ്സിലൂടെ ഞാൻ ചുറ്റി നടന്നു. ഇൽമ കേട്ടതേയില്ല. ഉയർത്തപ്പെട്ട് ഇൽമിൻ്റെ മണ്ഡലത്തേക്ക് തിരിച്ചുപോയി. ഇൽമും ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഇൽമ ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇൽമ ഭൂമിയിലില്ല, ഇൽമ ഭൂമിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാണ് പറഞ്ഞത്? AD 1106. ഇതേതാ? ഇത് 2024. അപ്പൊ ഏകദേശം 1000 കൊല്ലത്തിനടുത്ത് അല്ലേ? അങ്ങനെയല്ലേ? പറ. അതിനു മുമ്പ് ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ ഭൂമിയിൽ എന്തില്ല? പറ. അറിവില്ല. അറിവ് നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും ഇമ്പോസിബിൾ. അവരിൽ അങ്ങനെ വന്നേക്കാം. അല്ലാഹു സുബ്ഹാൻ. ആ അറിവെന്ന് പറഞ്ഞാൽ അതൊരു അറിവാണ്. ആ അറിവ് കിട്ടിയേക്കാം. കിട്ടൂല എന്നല്ല, കിട്ടൂല എന്നല്ല. അതായത് ഞാൻ പറഞ്ഞത്, പൊതുസദസ്സുകളിലും അറിവുള്ള ഒരു കാലമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. പ്രത്യേകക്കാർക്ക് അറിവുണ്ടാവില്ല എന്നല്ല. പ്രത്യേകക്കാരെ ആരും വിശ്വസിക്കൂല, പ്രത്യേകക്കാരെ ആരും അംഗീകരിക്കൂല. എല്ലാ ജനതയിലും അറിവുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും അറിവുള്ള ഒരു ജനതയായിരുന്നു ഹിന്ദു സമൂഹം. ലോകത്ത് ഏറ്റവും അറിവുള്ള ഒരു ജനതയായിരുന്നു ഒരു കാലത്ത് ഹിന്ദു സമൂഹം. കൃത്യമായി പറഞ്ഞാൽ BC 1500-ൻ്റെയും BC 600-ൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ BC 1500-ൻ്റെയും അത് വേദകാലമാണ്. BC 1500-ഉം BC 600-ൻ്റെയും ഇട വേദകാലമാണ്. പിന്നീടും വേദത്തെ പുരസ്കരിച്ചൊരു സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. അക്കാലത്ത് ലോകത്തെ ഏറ്റവും അറിവുള്ള ഒരു ജനതയാണ് ഹിന്ദു ജനത. ഋഗ്വേദം, സമവേദം, യജുർവേദം, അഥർവവേദങ്ങളിലായി 1170 ശാഖ വിജ്ഞാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ചതുർവേദങ്ങളിൽ. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയാം, മനസ്സിലായില്ല.
ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദങ്ങളിലായി അതായത് ചതുർവേദങ്ങളിലായി 1170 ശാഖ. 1170 ശാഖ അറിവുകൾ. ഒരു ശാഖ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ 10,000-കണക്കിന് ശ്ലോകങ്ങൾ വരും ഒരു ശാഖയിൽ. അങ്ങനെയുള്ള എത്ര ശാഖ? 1170 ശാഖ അറിവുകൾ അവർക്കുണ്ടായിരുന്നു. അറിവിൻ്റെ സോഴ്സ് അതായത് വേദങ്ങൾ. ഒരു മതസമൂഹത്തിൻ്റെ ആധാരം എന്നാൽ വേദമാണ്, പുരാണമല്ല, ഇതിഹാസമല്ല. ഇതൊന്ന് പറയാൻ പഠിച്ച ഒരാളെ പറയാൻ സമ്മതിക്കണം. ഹിന്ദു സമൂഹവും ഒന്നും വിഷമം തോന്നരുത്. ഞാൻ സ്നേഹമുള്ള ഒരാളാണ് നിങ്ങളോടൊക്കെ. പക്ഷെ എൻ്റെ സാധാപ ഞാനീ പറയുന്നത്, ഞാനൊരു സാധാപ പറയാണ്. AD 1500-ൻ്റെയും 600-ൻ്റെയും ഇടയിൽ വേദകാലം, വേദസംയോജനകാലം, പിന്നീട് വേദധർമ്മങ്ങൾ അനുസരിച്ച ജീവിതകാലം അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു നന്മയുള്ള സമൂഹമായിരുന്നു അവർ. കാരണം അവർക്ക് അടിസ്ഥാനമുണ്ട്, അവർക്ക് എന്തുണ്ട്? അറിവുണ്ട്. അറിവ് എവിടെ നിന്ന് കിട്ടും? വേദങ്ങൾ. അറിവെപ്പോഴും വേദങ്ങളിൽ നിന്ന് കിട്ടും, പുരാണങ്ങളിൽ നിന്നല്ല. പുരാണങ്ങൾ ചില കഹാനികൾ മാത്രമാണ്. അറിവെപ്പോഴും എവിടുന്നേ കിട്ടും? വേദങ്ങളിൽ നിന്നേ കിട്ടും. അവരുടെ കയ്യിൽ വേദമുണ്ടായിരുന്നു. വേദമെന്നാൽ അതിനൊരു ദൈവികമായ ടച്ചുണ്ടാവും. പുരാണമെന്നാൽ എന്താ പറയുക, ഒരു മഹത്വപ്പെടുത്തുന്ന നോവൽ, അങ്ങനെ പറയാം. അതപ്പോൾ ഒരു കഹാനി, കഥകൾ, അതപ്പോൾ നോവൽ. ഒരു മഹത്വപ്പെടുത്തേണ്ട ഒരു, അതായത് ധാർമ്മിക സംഹിതകളിൽ അധിഷ്ഠിതമായ ഗുണപാഠങ്ങൾ, അതൊക്കെയാണ് പുരാണങ്ങൾ. അതിനെ പുരസ്കരിച്ചു വന്ന നോവലുകളാണ് ഇതിഹാസങ്ങൾ. മനസ്സിലായില്ല? അങ്ങനെയാണ്. ഉദാഹരണം, പഞ്ചതന്ത്ര കഥകൾ, കാല്യ കഥകൾ, കലീലാവതിമ്ന, ഇതൊക്കെ ഗുണപാഠങ്ങളാണ്. ഇതിൽ ധർമ്മപാഠങ്ങളുണ്ട്. പക്ഷെ അത് വേദങ്ങളല്ല. വേദത്തിന് ദൈവികമായ ടച്ച് ഉണ്ടാവും. അതെത്രത്തോളം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ദൈവികമായ അടിത്തറയുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ജനത ഒരിക്കലും പിഴക്കൂല, കൃത്യമായി മുന്നോട്ട് പോകും. ഈ ജനതയിലേക്ക് പിന്നീട് എന്ത് വന്നു? മാസിഡോണിയൻ ചക്രവർത്തിയുടെ ആക്രമണം വന്നു. BC 334 മുതൽ. BC 336 അദ്ദേഹം ഏഷ്യ മൈനർ ആക്രമിക്കുന്നത്, തുർക്കി. പിന്നെ അങ്ങോട്ട് കയറി. പിന്നെ 323 അദ്ദേഹം മരിക്കുന്നത് വരെയും 13 വർഷം അദ്ദേഹം പശ്ചിമേഷ്യയിലാണ്. حسبي ربي جل الله ما في قلبي غير الله صلى الله لا إله إلا الله حسبي ربي جل الله نبي صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطأ غير حصر فعادا لك أشكو فيه يا
سيدي خير النبي إننا نرجو إلى كسي حولك للعطش يوم نشر كتابي يا سيدي خير الشفاعة هب لنا في القيامة مشفقا ولنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ, മാസിഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ വന്ന് ഉള്ള ഈ 13 വർഷ കാലഘട്ടം ഹൈന്ദവ വേദങ്ങൾ നശിപ്പിക്കപ്പെട്ടു. എങ്ങനെ, എത്ര നശിപ്പിച്ചു? എന്തുകൊണ്ട്? അയാൾ പൂർണ്ണമായി വേദങ്ങൾക്ക് എതിരായിരുന്നു. അയാളാണ് ഹൈന്ദവ വേദങ്ങളെ നശിപ്പിച്ചത്. ഇന്ന് ഹൈന്ദവ ജനങ്ങളുടെ പണ്ഡിതന്മാരുടെ പോലും കയ്യിൽ ആകെ വേദങ്ങളിൽ നിന്ന് 10 ശാഖകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചതുർവേദങ്ങളിലായി. എന്താ പറഞ്ഞ്? ഇന്ന് ഹൈന്ദവ പണ്ഡിതന്മാരുടെ കയ്യിൽ ആകെയുള്ളത് 10 ശാഖകൾ മാത്രമാണ്. ചതുർവേദത്തിൽ അടിസ്ഥാനപരമായി എന്തുണ്ടായിരുന്നു? 1170 ശാഖകളുണ്ടായിരുന്നു. ആ ശാഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ഇന്ന് ആകെ ഉന്നത ഹൈന്ദവ വേദ പണ്ഡിതന്മാരുടെ കയ്യിൽ പോലും ആകെയുള്ളത് 10 ശാഖകൾ മാത്രമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് സംഭവിച്ചത് വേദപാഠം നഷ്ടപ്പെട്ടു. വേദപാഠം നഷ്ടപ്പെട്ട ഒരു ജനതക്ക് ലക്കും ലകാനുണ്ടാവില്ല. കാരണം അവർക്ക് ധാർമ്മികമായ അടിത്തറ ഇല്ല. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഹൈന്ദവ ജനത തിരിയേണ്ടി വന്നു. അതിന് ശേഷമുള്ള സംയോജനങ്ങളാണ് ഇതെല്ലാം. ഇതിൽ പഠിച്ചു പറയാണ്. ഒരു പഠിച്ചു പറയുന്ന ഒരാളോട് കുറ്റം പറയരുത്. വളരെ ചിന്തിക്കണം. ഞാൻ അത്തരം സമൂഹങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്ന ഒരാളാണ്. ഈ അറിവ് നഷ്ടപ്പെട്ടതിൻ്റെ സഹതാപമാണ് പറയുന്നത്. ഞാനിവരൊക്കെ കൂടെ ഉള്ള ഒരാളാണ്. എന്തുകൊണ്ട്? ആ ജനതയിലും അറിവുണ്ടായിരുന്നു. ആ അറിവ് ലോകത്തിന് ഉപകരിച്ചിരുന്നു. മതം നമ്മളും അവരും രണ്ടാണ്. പക്ഷേ അവരുടെ ധർമ്മബോധം നമുക്ക് ഉപകാരമാണ്. ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമായ ഒരു അയൽക്കാരൻ, ഒരു മുസ്ലിമായ ധർമ്മബോധമുള്ള അയൽക്കാരൻ ഹിന്ദുവിൻ്റെ പരിസരത്ത് പാർക്കുകയാണെങ്കിൽ ആ ഹിന്ദുവിന് ഇയാളെ കൊണ്ട് ഗുണമുണ്ടാവുമോ? ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ വിള മോഷ്ടിക്കോ എങ്കിലും ഇല്ലല്ലോ. എന്തുകൊണ്ട് വിള മോഷ്ടിക്കാത്തത്? അയാളെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കൈക്കോട്ട് മുറ്റത്ത് എന്താ അയാൾ മോഷ്ടിക്കാത്തത്? ഇയാൾക്ക് എന്തുണ്ട്? ധർമ്മബോധമുണ്ട്. മതത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ തിയോളജി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒന്ന് അതിൻ്റെ തിയോളജി. മതങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പിന്നെ അതിൻ്റെ മോറൽ എത്തിക്സ്. മോറൽ എത്തിക്സിൽ ഏകദേശം എല്ലാവരും ഒന്നാണ്. മോഷ്ടിക്കാൻ പാടില്ല ഹിന്ദുമതം, മോഷ്ടിക്കാൻ പാടില്ല ക്രിസ്തുമതം, മോഷ്ടിക്കാൻ പാടില്ല ജൂതമതം, മോഷ്ടിക്കാൻ പാടില്ല ഇസ്ലാം മതം, മോഷ്ടിക്കാൻ പാടില്ല ബുദ്ധമതം, മോഷ്ടിക്കാൻ പാടില്ല ജൈനമതം, മോഷ്ടിക്കാൻ പാടില്ല സൗരാഷ്ട്രമതം. അപ്പോൾ മോറൽ എത്തിക്സിൽ മതങ്ങളെല്ലാം ഒന്നായിരിക്കും. പിന്നെ എന്തിന് വ്യത്യാസം വരിക? അതിൻ്റെ തിയോളജിയിലാണ്. അതുറപ്പ്. തിയോളജിയിൽ വ്യത്യാസം തന്നെയാണ്. അവരുടെ ദൈവശാസ്ത്രമല്ല നമ്മുടെ ദൈവശാസ്ത്രം, ശരി. പക്ഷേ മോറൽ എത്തിക്സിൽ കൊണ്ട് നമുക്ക് കൂടെ ജീവിച്ചു പോകാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവരും മഹർഷിമാരാകാൻ മാത്രം അവരുടെ കയ്യിൽ വിജ്ഞാന സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തിനെ യൂറോപ്പ് നശിപ്പിച്ചു. മനസ്സിലാണ്ട് പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുമില്ല. ഒരിക്കലും കഴിയില്ല. ഇമ്പോസിബിളാണ്. ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ
ഉന്നത ഹൈന്ദവ പണ്ഡിതന്മാരുടെ കഠിനാധ്വാനം ഈ 10 ധർമ്മ വേദശാഖകളെങ്കിലും നിലനിർത്താൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ആ ജനതയ്ക്ക് ഈ വിജ്ഞാനം കിട്ടുക? കിട്ടൂല. അപ്പോൾ പിന്നെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ആവേണ്ടി വരും. അതാകട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഞാൻ നേരത്തെ ഉദാഹരണം പറയാം, അത്രയേ ഉള്ളൂ. അറിവ് എന്ന സംഗതി, അറിവിൻ്റെ ഉന്നതമായ സോഴ്സ്. ഇങ്ങോട്ട് നോക്ക്. ഖുർആനെ കുറിച്ച് നമുക്കൊരറിവ് വേണം. എന്താണ് അറിവ്? ഖുർആന്റെ അർത്ഥതലങ്ങൾ തീരാത്ത ആഴമുണ്ടെന്നൊരു അറിവ് വേണം. ആ അറിവ് ഇന്ന് നമുക്കില്ല, ഇന്നത് അംഗീകരിക്കുകയില്ല. എന്തുകൊണ്ട്? എല്ലാ സമുദ്രങ്ങളും മഷിയാക്കി എഴുതിയാലും തീരാത്തത്ര ആഴമുള്ള അറിവുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ അറിവ് പോലെ അനുവാചകന് ലഭ്യമായാലും ലഭ്യമായില്ലെങ്കിലും അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് വിശ്വസിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നാം മനസ്സിലാക്കുന്ന നബി യഥാർത്ഥ നബി ആവില്ല. ആ നബി കേവലം ഒരു മുഅല്ലിമായിരിക്കും. ഇന്ന് മുസ്ലിം സമുദായത്തിന് ഒരു മുഅല്ലിം മാത്രമാണ് മുഹമ്മദ് നബി, ബസ്. എന്നാലോ എല്ലാ സൃഷ്ടികളും ആ ഉയിരിൻ്റെ ഒരു ഭാഗമാണ് എന്ന അറിവുമുണ്ട്. ആ അറിവ് നമുക്കില്ല. അതുകൊണ്ടാണ് കവി അടുത്ത വരിയിൽ അങ്ങ് വുജൂദിന്റെ മെഹ്റാബാണ് എന്ന് പറഞ്ഞത്. മെഹ്റാബ് എന്നാൽ ഫഹുവ ഇമാമുൽ വുജൂദ് വൽകുല്ലു മിൻ വറാഇഹി അഥവാ ജമീഉൽ ഖലായിഖി മഅ്മൂമുഹു. എല്ലാ സൃഷ്ടികളും ഹബീബായ നബിയുടെ മഅ്മൂമിങ്ങളാണ്. നബിയോ ഇമാമുമാണ്. മനസ്സിലായില്ല. നബിയോ അപ്പം ജീവിച്ച നബിയും മരിച്ച വഫാത്തായ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചാലും വഫാത്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇമാമാണ്. ജീവിതകാലത്ത് ഇമാമാകാം, പിന്നെ ഇമാമ, അങ്ങനെയല്ല. നബി നമ്മുടെ ഇമാമാണ് എന്നും. അതുമല്ല, അതിനപ്പുറം ഉണ്ട്. ഉദാഹരണം പറയാം. ഫഇന്നക മിഹ്റാബുൽ വുജൂദ് ഫഇന്നക മിഹ്റാബുൽ വുജൂദി വവജ്ഹുഹാ ഫഇന്നഹു ഹുവ ഇമാമു ജമീഇൽ വുജൂദ്. എല്ലാ കായിനാത്തിൻ്റെയും ഇമാമു മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ അവരെത്തിപ്പെട്ട ഒരു തലമാണ്. ആ എത്തിപ്പെട്ട ഒരു തലമുണ്ട്. അതിൽ നമുക്കെല്ലാവർക്കും എത്തിപ്പെടാൻ കൊതിയുണ്ട്. പക്ഷെ നമ്മൾ എത്തിപ്പെടൂല എന്ന ബോധവും നമുക്കുണ്ട്. പക്ഷെ ആ ഒരു മെഹ്റാബ് കൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്, നമ്മളെല്ലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. നമ്മുടെ എല്ലാം നബിയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്ക്. ഞാൻ അഹ്മദിയത്തിനെ വിശദീകരിച്ചപ്പോൾ ഒരു പ്രഗത്ഭനായ ഒരു പ്രഗത്ഭൻ എന്നാൽ അങ്ങനെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ, ഇയാളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നബിയെ പടച്ചോനാക്കാണോ എന്ന് പറഞ്ഞ് തിരിച്ച് പ്രസംഗിക്കുകയുണ്ടായി. അതിന് കാരണം എന്താ? അവർക്ക് പടച്ചോനെ അറിയില്ല. അതാണ് പ്രശ്നം. പടച്ചോനെ അറിയണ്ടേ? പടച്ചോനെ അറിയാവുന്നതിൻ്റെ അവസാനം ആരാ? പടച്ചവനെ അറിയാവുന്നതിൻ്റെ അവസാനം ആരാ? റസൂൽ. എന്തുകൊണ്ട്? ഫഇന്നഹു റസൂലുഹു. റസൂലായതുകൊണ്ട് തന്നെ. നമ്മളോ അൽ മുർസലു ഇലൈഹി, അവരിലേക്ക് അയക്കപ്പെട്ടു. അവർക്കോ മുർസലിനായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് അള്ളാഹുമായി ഒരു ബന്ധമില്ല. സൃഷ്ടിയാണെന്നൊരു ബന്ധം, അതിപ്പോ കഷ്ടക്കെട്ടക്കുല്ല. ഒരു കാഷ്ടത്തിന്റെ കട്ടിയും സൃഷ്ടിയല്ലേ പറയൂ? അതൊക്കെ ഒരു ബന്ധമാണ്.
കട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്താണോ ഇരിക്കണ, അതും എന്താണ്? സൃഷ്ടിയാണ്. നീയും ഒരു സൃഷ്ടിയാണ്, ഞാനും ഒരു സൃഷ്ടിയാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനത്തെ ഒരു ബന്ധം മനസ്സിലായില്ലേ പറഞ്ഞു? അതിലെ നബി, അള്ളാഹു നബിയുമായി അത്ര ഭേദ്യമായ ബന്ധത്തിലാണ്. എന്തുകൊണ്ട്? ഫൈനഹു റസൂലുഹു, അള്ളാഹു റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്നതിന്റെ തലം പോലും നമുക്കറിയില്ല. ഒരു മെഹ്റാബ് ഉണ്ട്, ആ മെഹ്റാബ് ആകാശത്തിനപ്പുറത്താണ്. അത് ജിബ്രീലും കണ്ടിട്ടില്ല. ജിബ്രീൽ അവരിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു, പേടിച്ചു. يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. എന്നെ ഇവിടെ വിട്ടേച്ചു പോവുക, തഖദ്ദം, അങ്ങേക്കൊറ്റക്ക് മുന്നോട്ട് പോകാം. യാ ഹബീബി, എൻ്റെ ഹബീബി, ലാ തഖഫ്, അങ്ങക്ക് ഭയപ്പാടില്ല. അബിഷർ, സന്തോഷഭരിതനാക്. തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ റബ്ബിനോട് അങ്ങേക്ക് അഭിമുഖ സംഭാഷണം നടത്താം. എനിക്കത് പറ്റൂല. ഞാനൊരു ഏരിയയിൽ നിന്ന് വഴിയും കൊണ്ടുവന്ന് ഭൂമിയിലെത്തിക്കുന്ന ആൾ മാത്രമാണ്. നിങ്ങൾക്ക് കിടക്കും, എനിക്ക് കിടക്കൂല. ഒന്നിരിക്കലും നിങ്ങൾ അംഗീകരിക്കണം. അല്ലെങ്കിൽ കവിളിയും കൊടുമ്പോൾ അതേപോലെ പേച്ചൊരാൾ വേറെ ഇല്ല എന്നും പറയണം. രണ്ടാന്ന് പറയണം. ഇവിടെ നിങ്ങൾ ഉമ്മർക്കാതെ നമ്മൾ നേതാവാന്നും പറയാം, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ രണ്ടും നടക്കൂല. അല്ല, എനിക്ക് നിങ്ങൾ എന്താ വിരോധമല്ല. എനിക്ക് വെളിയങ്കോട് ഉമ്മർക്കാതെ പേച്ച ആളാണ് നിങ്ങൾ പറയില്ല എന്നും എനിക്കില്ല. പറയുന്നുണ്ട്. നിങ്ങൾ പറയാത്ത, നിങ്ങളത് പാടാത്തോണ്ടാണ്. നിങ്ങൾക്ക് നേരം വെളുത്താലേ പത്രം നോക്കി നടക്കുന്ന പണിയാണ്. നിങ്ങൾ അവരൊക്കെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ കാഫറ നിങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതൊന്നും അറിവില്ല. നിങ്ങൾക്ക് ആ ജാതിപ്പണിയൊക്കെ നിർത്തി. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വണ്ടി തരാനും ഡൽഹിക്ക് വണ്ടി തരാനുള്ള ടിക്കറ്റും കടപണിയാണ് ഇപ്പം മൂല്യന്മാർക്ക്. അതുകൊണ്ട് നിങ്ങളതൊന്നും ഇപ്പം പറയില്ല. നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, നിങ്ങൾ ആ കിതാബുകൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. ഈ കിതാബുകൾ പലതും പരിശോധിച്ചാൽ ഇതൊക്കെ പറഞ്ഞ ഇമാമിങ്ങൾ മൗമൂമാക്കാൻ വരെ പറ്റൂല എന്ന് നിങ്ങൾ തന്നെ പറയും. എത്ര എളുപ്പത്തിലാജ് പറയുന്നില്ല. നല്ലോണം ആലോചിച്ച് വന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈമാ നാശാക്കാൻ വേണ്ടി വരണ്ട. അല്ല, ഞാൻ കാര്യം പറയാൻ ഇവിടെ ഒരാളെയും ക്ഷണിച്ചിട്ടില്ല, അവിടെ നോട്ടീസ് അടിച്ചിട്ടില്ല. ഇത് നോട്ടീസിൻ്റെ ക്ലാസ് അല്ല, വരുന്നവർക്ക് വരാം. പക്ഷെ ഇത് ഉറപ്പുള്ളവർ വരണം. എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണ്ട. അതൊക്കെ പറയാൻ കേൾക്കാൻ ധൈര്യമുള്ളവർ കേട്ടാൽ മതി. വളരെ ചിന്തിക്കണം. ആരും ഇവിടെ വരില്ല. ഇത് എനിക്കുള്ള ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞൊറ്റക്ക് കേൾക്കുന്നുള്ളതാണ് എൻ്റെ പിരാന്താണ്. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഞാൻ അങ്ങനെ പറയുള്ളൂ. നല്ലോണം ചിന്തിക്കണം. അപ്പൊ ഇവിടെ അള്ളാഹു ജിബ്രീൽ പോലും അറിയാത്തതാണ് നബിയുടെ മെഹ്റാജ്. അതാദ്യം പഠിക്കുക. പിന്നെ നിനക്കറിയാം. ഇതാരറിയില്ല? പറയൂ, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ആ മെഹ്റാബ് കണ്ടിട്ടില്ല. ഒരു സ്വലാത്തിലുണ്ട്, അൽ മുസല്ലി ഫിൽ മിഹ്റാബി ഐനിഹാ ഇൽ ഹുവിയ്യ. ഹാഹൂത്തി ലോകം എന്ന ഒന്നാമത്തെ ലോകത്തെ മിഹ്റാബിൽ ഒറ്റക്ക് നിസ്കരിച്ച ആൾ. ഒരു സ്വലാത്ത, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ മുസല്ലി. മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ച ആളാണ്. ഫി മിഹ്റാബി ഐനിഹാ ഇൽ ഹുവിയ്യ. ഹാഹൂത്തിയ എന്നൊരു ലോകമുണ്ട്. ആ ലോകത്തെ മെഹ്റാബിൽ ഒറ്റക്ക് നിസ്കരിച്ച ആളാണ് ആര്? സയ്യിദ് പറയേ മുത്തു മുഹമ്മദ് മുസ്തഫ. ജമാഅത്ത് സുന്നത്താണെങ്കിൽ ജിബ്രീൽ അവിടെ ഉണ്ടല്ലോ പരിസരത്ത്. ദേവനോട് വിളിക്കാനും ജിബ്രീലിനോട് പോകാൻ പറ്റൂല. അപ്പൻ നബി ആരാന്ന് വിളിക്കും. ആദ്യം ചെന്ന് സംഭവിച്ചടാ, എനിക്ക് സ്കൂളില്ല. ഇഷ്ക് കഴിഞ്ഞിട്ടുള്ളൊരു പുഷ്കാറെന്ന സാധനമുണ്ട്. ഇവിടെ കുട്ടികൾ ഇറച്ചി ചോറും എല്ലാം കൂടി തിന്നിരുത്തിയിട്ടുണ്ട്. ഇനി പുഷ്കാന്ന് പറയും. അങ്ങനെ കുഷ്ക ഉണ്ടാക്കാതെ, അല്ലാതെ ഇഷ്കല്ല, കുഷ്ക. നിങ്ങൾക്ക് ജനങ്ങളടിയിൽ വിവരമില്ലാത്ത പെണ്ണുങ്ങളടിയിൽ ആളായി ചമയാൻ നിനക്ക് ആശിക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, ഇഷ്കുണ്ട് പറയണ്ട. അപ്പോൾ ജനങ്ങളെ ഒക്കെ ആളുകളൊക്കെ പറയുമ്പോൾ വലിയ ഇഷ്കുള്ള ആളാണ്.
നമ്മൾ ഇഷ്ടമുള്ള ഒരാളെ നമ്മളെ വലിയ കണ്ടിട്ടില്ല, പിന്നല്ലേ ഞാൻ മനസ്സിലാണ്ട് പറഞ്ഞത്. ഇത് വളരെ ചിന്തിക്കണം, ഇതൊക്കെ തല കൊടുത്ത് ചിന്തിക്ക്. അതായത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാലല്ലേ നബിയിൽ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ മുൻഗാമികൾ പിൻപറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോടിയിലൊരംശം പോലും നമ്മളെ കയ്യിൽ ഇല്ല. നമ്മളൊക്കെ എത്രയായി നെയ്ച്ചോറ് ചിന്നിട്ടില്ല, മല്ല നെയ്ച്ചോറ് ഞാൻ തിന്നിട്ട് എന്നെ മുസാഫയത്ത് ചെയ്താലും എൻ്റെ കൈ മറക്കണം. നെയ്ച്ചോറ് തിന്നില്ല, ഞാൻ നെയ്ച്ചോറും കോഴിയിറച്ചും തിന്നതിന് ശേഷം നമ്മൾ തമ്മിൽ കയ്യും കൈ ഇറങ്ങുന്നപ്പോൾ എന്നെ കണ്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇനി എനിക്ക് നെയ്ച്ചോറിന് പകരം എന്ത് മതി പറയടോ? നിന്റെ കൈ മണക്കാൽ മതി. കാരണം എന്തൊരു കൗമിനാണല്ലോ അന്ന് രാവിലെ കിട്ടിയത്. എന്ത് പറ്റും? നെയ്ച്ചോറ് തിന്നിട്ടില്ലെങ്കിലും നെയ്ച്ചോറ് തിന്നോനെ മുസാഫത്ത് ചെയ്തപ്പോൾ ചെറിയൊരു വാസന ഉണ്ടാവും. എന്നിട്ട് അക്കൈകൊണ്ട് വേറെ തരം മുസാഫത്ത് ചെയ്തു, അയാൾക്ക് ചെറിയൊരു ലാഞ്ചന കിട്ടും. പിന്നെ അയാള് മൂന്നാമത്തെ ആൾ വേറെ ആളെ മുസാഫത്ത് ചെയ്തു, അപ്പൊ ചെറിയത് കിട്ടി. പിന്നെ അതങ്ങോട്ട് പിന്നെ കൽപ്പിച്ച് ഉണ്ടാക്കണം. ഈശോ 1000-10,000-ാമത്തെ കൈ വാങ്ങിയ ആളാണ്. എൻ്റെ കയ്യിൽ നിന്ന് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ക്ലോണിങ് നടത്തിയാൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് നെയ്ച്ചോറ് കിട്ടില്ല. എന്തിഷ്കുന്ന ചോരൻ. പിന്നെ ഒരു കമ്മിതി ഉണ്ട്, എന്ത് അൽമർഉ മഅ മൻ അഹബ്ബ. ഒരാൾ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാവും. നമ്മൾ ആശിഖീങ്ങളെ കൂടെ പോകാം. നമ്മൾ ആശിഖല്ലെങ്കിലും പറയാം ആശിഖീങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നബിയെ നമുക്ക് എങ്ങനെ പറയാം? നബി എന്ന് പറഞ്ഞാൽ അൽ മുസല്ലി ഫിൽ മിഹ്റാബി ഇൽഹുവിയ ഐനിഹ ഇൽഹുവിയ. ആഹൂത്തി ലോകത്തെ മിഹ്റാബിൽ ഒറ്റക്ക് നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റക്ക് നിസ്കരിച്ചു മുഹമ്മദ് മുസ്തഫ. ജമാഅത്ത് നടത്താൻ അവിടെ പരിസരത്ത് ആരുണ്ട്? സയ്യിദ്നാ ജിബ്രീൽ അലൈഹി സ്വലം. പക്ഷെ കയറ്റാൻ പറ്റൂല. പരിസരം ഞങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച അടുത്ത വരമ്പിൻ്റെ അപ്പുറത്ത് നിങ്ങൾ വിചാരിക്കേണ്ടട്ടാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മുസ്തഫ നബി നിൽക്കുന്ന മെഹ്റാബും തമ്മിൽ അപ്പോൾ 10,000 പ്രകാശ വർഷങ്ങളുടെ അകലം ഉണ്ടായിരിക്കും. ചുരുങ്ങിയത് അതൊന്നൊന്നുമല്ല. ഇത് മിർഖാദി എഴുതി വെച്ചതാ. ഇമാമിങ്ങൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ആര് പോയില്ല? ജിബ്രീൽ പോയില്ല എന്ന് മാത്രമല്ല, അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? എനിക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂല, ഞാൻ അശക്തനാണ്, എനിക്ക് ഓർഡർ ഇല്ല, കൽപ്പന അല്ല, ഞാൻ മൗദൂനല്ല, സമ്മതല്ല. അപ്പൊ അവിടെ പോയി നിസ്കരിച്ച ഒരാളെ നീ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ എല്ലാ റസൂലാനും മൗമുമാണ്. ഹത്ത ജിബ്രീൽ ആ മെഹ്റാബിൽ നിന്ന ആളാണ് ഇമാം. അപ്പൊ നബി ആരായി? സയ്യിദായി. തിരിഞ്ഞില്ല, നേതാവാണല്ലോ ആര്? സയ്യിദ്. നബി ആരാണ്? സയ്യിദാണ്. ബഹുമാനിച്ചു സയ്യിദ് എന്ന് വിളിക്കാം, ബഹുമാനിച്ച് സയ്യിദ് എന്ന് വിളിക്കാം. അതൊരു ഓർഡിനറി വാക്കാണ്. അതിൻ്റെ അർത്ഥം ആലോചിച്ച് വിളിച്ചാൽ അതിന് വലിയ പ്രശ്നമുണ്ട്. അത് വിളിക്കുന്നവനും ആലോചിക്കണം, വിളിക്കപ്പെടുന്നവനും ആലോചിക്കണം. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ, അതല്ലെങ്കിൽ പറയില്ല. ഞാൻ ഹബീബ നബി ആരാണ്? എന്തുകൊണ്ട് സയ്യിദായി? സയ്യിദ് പറഞ്ഞാൽ എന്താ? അത്രയും മുന്നിലാണ്. എല്ലാവരും നബിയുടെ മൗമുമാണ്, എല്ലാവരും നബിയുടെ തുടർച്ചയിലാണ്. അതാണ് യഥാർത്ഥത്തിൽ എന്ത്? സയ്യിദ്. അതാണ് നേതാവ്. മറ്റേ ലോക്കൽ നേതാവ് അത് വാർത്താനെന്ന് പറയും. നേതാവ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ചൂടാവും. മുപ്പര വല്യാപ്പ വരെ നേതാവിനെ കണ്ടിട്ടില്ല. നേതാവ് മരിച്ചിട്ട് 300 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ നേതാവ് വന്നിട്ടുണ്ടാവില്ല. നേതാവ് ഹബീബ നബി ആരാണ്? പറ, ഹബീബ നബി ആരാണ്? സയ്യിദാണ്, നേതാവ് എന്ന നേതാവ്. സയ്യിദ് എന്ന വാക്കിന് ഇമാം നബി തങ്ങൾ ശറഹ് മുസ്ലിമിൽ കൊടുക്കുന്ന അർത്ഥം ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫീ ജമീഇൻ നവാഇബി വശ്ശദാഇദി എന്നാണ്. ഏത് പ്രതിസന്ധിയിലും ഈ ആളെ കൊണ്ട് അഭയം, ഈ ആളിലേക്ക് അഭയം തേടപ്പെടും. അപ്പോഴാണ് ആരാവുക? നേതാവ്.
ഏത് പ്രശ്നവും അയാളോട് പറഞ്ഞ പരിഹരിക്കും. അയാളാണ് ആര്? അതാ അയാളാണ് ആര്? പറ നേതാവ് പറഞ്ഞ ആരാ? പറ നേതാവ് പറഞ്ഞ ആരാ? വല്ലദീ യുഫ്സഉ ഇലൈഹി ഫീ ജമീഇ ശദാഇദി വന്നവാഇബി. ഏത് പ്രതിസന്ധിയും അയാളോട് പറഞ്ഞ പരിഹരിക്കും. അയാളാണ് ആര്? ഞാനല്ലടോ, ശറഹ് മുസ്ലിമാണ് ഇമാം നബവി പറയുന്നത്. നേതാവ് പറഞ്ഞാൽ ആരാണ്? പറ നേതാവ് പറഞ്ഞാൽ ആരാ? ഏത് പ്രശ്നം അയാളോട് പറഞ്ഞാൽ പരിഹരിക്കും. അയാളാണ് ആര്? നേതാവ്. അങ്ങനത്തെ ഒരാളെ പേര് പറഞ്ഞ, അങ്ങനത്തെ ഒരാളെ പേര് നിങ്ങളിപ്പോൾ പറഞ്ഞാൽ ഞാൻ 365 ദിവസം തലകുത്തിക്കാം. അപ്പോൾ ഇപ്പം നിലവിൽ എന്തില്ല? നേതാവില്ല. തിരിഞ്ഞില്ല പറയുമ്പോൾ ഒക്കെ പറയണല്ലോ. പദം പറയാ. അതിൻ്റെ പുതിയാപ്പളിൻ്റെ പറയണമെന്ന് അറിയാം. പുതിയാപ്പള 89ാമത്തെ വയസ്സിൽ മരിച്ചതുമാണ്. കണ്ണൂർക്കാർ എന്ത് പറയുന്നറിയോ? കണ്ണൂർക്കാർ തൊണ്ടനായി തറവാട്ടിൽ വന്ന് പെണ്ണ് കെട്ടിയിട്ട് പിന്നെ തൊണ്ടനായി മരിച്ച ആൾക്കും എന്ത് പറയും? അത് നമ്മളെ പുതിയാപ്പള എന്നറിയും. കല്യാണം കഴിച്ചതിന് പിറ്റേന്ന് ആക്സിഡന്റ് മരിച്ച ആളല്ല. പിന്നെ മനസ്സിലായില്ല. ഈ കണ്ണൂർക്കാർ ചില മരുമക്കത്തായ കണ്ണൂർക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്ത്? ആദ്യം നമ്മളെ പുതിയാപ്പള പറയാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട പെങ്ങളെ കെട്ടിയുടെ പിറ്റേന്ന് അല്ല, ഏതോ അമ്മായിനെ ഏതോ കാലത്ത് കെട്ടിയിട്ട് പിന്നെ മൂപ്പർക്ക് അവസാനത്തെ പല്ലും കൊയിഞ്ഞാടിയിട്ട് 10, 90, 95 വയസ്സിൽ മരിച്ച ആൾക്കും കണ്ണൂർക്കാർ എന്ത് പറയും? മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് എന്ത് പറയും? അത് നമ്മളെ പുതിയാപ്പളയാണ്. അങ്ങനത്തെ ഒരു പദമാണ് ഇന്ന് നേതാവ്. ആ പദത്തിന് ഒരു അർത്ഥമില്ല. നേതാവാകണമെങ്കിൽ എന്താവണം? അങ്ങനത്തെ ഒരാളുള്ളത് മുഹമ്മദ് മുസ്തഫയാണ്. അമ്പിയാക്കളൊക്കെ സാദാത്താണ്. എന്തുകൊണ്ട് അവരെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ കഴിയും? ആ സ്വഹാബി എല്ലാം സാദാത്താണ്. എന്തുകൊണ്ട്? അവര് ഹബീബ നബിയെ തൊട്ടവരാണ്. ഒരു കാലഘട്ടം വരും, ഒരു സമൂഹം യുദ്ധത്തിന് പോകും. യുദ്ധം പരാജയത്തിന്റെ കൽപ്പിന്നീര് അനുഭവിക്കും. അപ്പോൾ യുനാദ വിളിച്ചു പറയപ്പെടും, സ്വഹാബിയായ റസൂലുള്ളാഹിനോട് ഒരു സെക്കൻഡെങ്കിലും സഹവസിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു നഅം. അപ്പോൾ പറയും ഒരാളുണ്ട്. അപ്പം അയാളെ മുന്നിൽ വെക്കും. അയാൾ മുന്നിൽ നിൽക്കും. അള്ളാഹിനോട് പറയും, അപ്പം ജയിക്കും. എന്തുകൊണ്ട്? ബിതഅല്ലുഖിഹി ബിസുഹ്ബത്തി നബിയിൽ മുസ്തഫ. നബിയെ ഒരു സെക്കൻഡ് ഒന്ന് കണ്ടാൽ പോലും അയാളെ കൊണ്ട് ലോകത്ത് വിജയം ഉണ്ടാവും. ഈ ജനതയുടെ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കാൻ പോണ സമയത്താണ് ആ കൂട്ടത്തിൽ ആര് പ്രത്യക്ഷപ്പെടുന്നത്? ഒരു പറയും ആര്? സ്വഹാബി. ആ സ്വഹാബിയെ കൊണ്ട് ഫയുഫ്തഹു ബിഹി. ഈ വ്യക്തിയെ കൊണ്ട് അവർക്ക് വിജയം ഉണ്ടാവും. അപ്പോൾ നബി മാത്രമല്ല, നബിയെ കണ്ടവർക്ക് വരെ പറ സ്വഹാബിയായവർ വരെ സയ്യിദാണ്. അവരൊക്കെ സാദാത്താണ്. പിന്നെ ഒരു കാലം വരും, ഒരു സംഘ ആളുകൾ ഒരു പ്രതിസന്ധിയിലാക്കപ്പെടും. ഫയുഖാലു, അപ്പോൾ വിളിച്ചു പറയപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്? ഫയുഖാലു ലാ. ഫയുഖാലു ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്? അപ്പോൾ വിളിച്ചു പറയപ്പെടും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, നമ്മുടെ കൂട്ടത്തിൽ സ്വഹാബി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ പറയപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്? റസൂലുള്ളാഹിനെ തൊട്ടോരാരെങ്കിലും ഉണ്ടോ? ഫയുഖാലു നഅം. അല്ല, ഒരാളുണ്ട്. അത് നബിയെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടോ? ഓ ഫയുസ്തഹബി. അപ്പൊ അയാളെ കൊണ്ട് അവർക്ക് വിജയം ഉണ്ടാവും. അപ്പൊ നബിയും നേതാവാണ്, നേതാക്കന്മാരുടെ നേതാവാണ് നബി. അമ്പിയാക്കളൊക്കെ നേതാവാണ്. പിന്നെ സ്വഹാബികൾ നേതാവാണ്. പിന്നെ താബിഈങ്ങൾ നേതാവാണ്. എന്തുകൊണ്ട്? അവരെ കൊണ്ട് പ്രശ്നം പരിഹരിക്കും.